വെൽക്കം ടു കാശ്മീർ അഗൈൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പെഹൽഗാം താഴ്വരയിൽ നിന്നിറങ്ങി ഇപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിലാണ്. ശ്രീനഗർ നിൽക്കുമ്പോൾ ശ്രീനഗറിന്റെ വൈകുന്നേരങ്ങൾക്ക് ഒരു തണുപ്പാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്ര സംഘർഷ സാധ്യതയുടെ ഒരു ചൂട് ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അതിർത്തിയിൽ അങ്ങ് ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ, ചില സേനാ വിന്യാസങ്ങളൊക്കെ വളരെ തിരക്കിട്ട് നടക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ് എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ ചോദിക്കുന്നുണ്ട്. അതിനിടയിൽ പാകിസ്ഥാൻ അങ്ങേയറ്റത്തെ വിരൽ പിടിച്ച പ്രസ്താവനകൾ നമ്മൾ കേൾക്കുകയാണ്. പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് ആസന്നമാണ് യുദ്ധം എന്ന് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ആർജവത്തിന്റേതായ ഒരു സ്വരമല്ല, അത് പേടിയുടെ സ്വരമാണ്, അത് വിലാപത്തിന്റെ സ്വരമാണ്. എന്താണ് നമ്മൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടത്? നമ്മുടെ 26 നിരപരാധി ചോരയ്ക്ക് പകരം വീട്ടാൻ നമ്മൾ പൂർണ്ണമായി ഒരുങ്ങിക്കഴിഞ്ഞോ? തിരിച്ചടി തുടങ്ങിയോ നമ്മൾ? പ്രിയ പ്രേക്ഷകർക്ക് കശ്മീരിൽ നിന്നും ശ്രീനഗറിൽ നിന്നും എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ ജേക്കബ് തരൻ, റിട്ടയർഡ് കേണൽ ശ്രീ എസ് ഡിന്നി, ഡോക്ടർ മോഹൻ എംപിള്ള, ഡോക്ടർ കെ പി ഫാബിയൻ, ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവർ ചർച്ചയിൽ ചേരും. അതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം ഇപ്പോൾ ജസ്റ്റ് സമാപിച്ചിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ആ ഉന്നതതല യോഗമാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. അതിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉണ്ടായിരുന്നു, സംയുക്ത സൈനിക മേധാവി ഉണ്ടായിരുന്നു, 3 സേനാ മേധാവിമാർ പങ്കെടുത്ത അസാധാരണമായ ഒരു യോഗമായിരുന്നു. നാളെ നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട യോഗത്തിന് മുന്നോടിയായി ചേർന്ന യോഗമാണ്. വളരെ പെട്ടെന്ന് ആ യോഗത്തിന്റെ വിശദാംശങ്ങളുമായി ജസ്റ്റ് ഒന്ന് ശ്രീനാഥിലേക്ക് പോയിട്ട് വരാം. ശ്രീനാഥ്, ആ യോഗത്തിന്റെ അജണ്ട എന്തായിരുന്നു എന്ന് ചോദിക്കുന്നില്ല. അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അതിന്റെ സീക്രസി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള സൂചന ആ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ ശ്രീനാഥ്? ഹാഷ്മി, ഏതായാലും 7 ലോക് കല്യാൺ മാർഗിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലെ യോഗം കഴിഞ്ഞ് അല്പസമയം മുമ്പാണ് സേനാ മേധാവിമാർ അടക്കമുള്ളവർ പുറത്തേക്ക് പോയത്. പ്രതിരോധ മന്ത്രി അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തതുമാണ്. ഈ യോഗത്തിൽ നിന്നുള്ള ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഭീകരവാദത്തിന് തക്കതായ ശിക്ഷ മറുപടി നൽകുക എന്നത് നമ്മുടെ ശക്തമായ ദേശീയ ദൃഢനിശ്ചയമാണെന്ന് പ്രധാനമന്ത്രി ഈ സേനാ മേധാവിമാരോട് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സായുധ സേനയുടെ പ്രൊഫഷണൽ കഴിവുകളിൽ പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ഈ യോഗത്തിൽ ഈ സേനാ വിഭാഗങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്ന കാര്യത്തിൽ വിശദീകരിച്ച് നൽകിയതാണ്. കാരണം ഇന്നിപ്പോൾ പാകിസ്ഥാൻ ഈ എയർഫോഴ്സിന്റെ അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ട്. അവർ അതിർത്തിയിലേക്ക് കൂടുതൽ സേനാ വിന്യാസം ഇതിനോടകം തന്നെ നടത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ സായുധ സേനയുടെ, ഇന്ത്യൻ എയർഫോഴ്സ്, ആർമി, നേവി ഇതിന്റെയൊക്കെ തന്നെ തയ്യാറെടുപ്പ് ഏത് തരത്തിലാണ് എന്ന് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. നമ്മുടെ പ്രതികരണത്തിന്റെ രീതി എന്തായിരിക്കണം, അതിന്റെ ലക്ഷ്യം, ഈ സമയക്രമം എന്നിവ തീരുമാനിക്കുന്ന കാര്യത്തിൽ സേനയ്ക്ക് പറയാനുള്ള, സേനയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യവും ഉണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ് സേനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പ്രധാനമന്ത്രി നൽകി എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ നാളെ നടക്കാൻ പോകുന്ന യോഗത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രിക്ക് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം കൂടി സേന നൽകിയിട്ടുണ്ട്. അങ്ങനെ നാളെ സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ നമുക്കറിയാം, ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം നടക്കുന്ന 2ാമത്തെ യോഗം, ആദ്യത്തെ യോഗം എത്രത്തോളം നിർണായകമായിരുന്നു, എത്രത്തോളം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു എന്ന് നമ്മൾ കണ്ടതാണ്. 2ാമത്തെ യോഗത്തിനും ആ തരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ്, അതിന് മുന്നോടിയായുള്ള പ്രധാനപ്പെട്ട യോഗമാണ് അല്പസമയം മുമ്പ് പൂർത്തിയായത്. ശ്രീനാഥ്, എന്തായാലും അത്രയും ക്രൂഷ്യൽ മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ. ശ്രീനാഥിലും അതിർത്തിയിലും ഒക്കെ സമാനമായ ചില കാഴ്ചകൾ കൂടി നമ്മൾ കാണാനുണ്ട്. ഞാൻ ചർച്ചയിലേക്ക് പോകുന്നു. സി എസ് ഡിന്നി, നമ്മൾ ഇന്ന് ഇവിടുന്ന് ബാരാമുള്ളയിൽ പോയിരുന്നു, നമ്മൾ ഉറിയിൽ പോയിരുന്നു, മാധ്യമങ്ങൾക്ക് പോകാൻ കഴിയാവുന്ന സ്ഥലത്ത് നമ്മൾ പോയിരുന്നു. ഈ ജലം നദി ഏത് രീതിയിലാണ് അതിന്റെ നദീജല കരാർ റദ്ദാക്കി ബന്ധപ്പെട്ട് അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രദേശവാസികൾ സംസാരിച്ചിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. സി എസ് ഡിന്നി, അങ്ങോട്ടുള്ള പോക്കിൽ, അവിടെ നിന്നുള്ള തിരിച്ചുള്ള വരവിൽ നമ്മൾ കണ്ട കാഴ്ചകൾ, കേട്ട കാര്യങ്ങൾ, അത് പൂർണ്ണാർത്ഥത്തിൽ പുറത്തേക്ക് പറയാൻ കഴിയാത്തത് മീഡിയ അഡ്വൈസറുള്ളതുകൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള നീക്കത്തിന് നമ്മുടെ ഒരു വാക്ക് വിഘാതമാവരുത് എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇവിടെ ചിലത് നടക്കുന്നു, ഉറപ്പായും ഇവിടെ ചിലത് നടക്കുന്നു. സി എസ് ഡിന്നി, ഡൽഹിയിൽ ഒരു യുദ്ധകാലാടിസ്ഥാനം എന്ന് പറയാവുന്ന രീതിയിലുള്ള തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സി എസ് ഡിന്നി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ശ്രീ ഹാഷ്മി അവിടെ നേരിട്ട് കണ്ട സംഭവങ്ങളും നാച്ചുറലി അത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. അത് വളരെ ഒരു റെസ്പോൺസിബിൾ റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങ് അത് പുറത്ത് പറയാത്തത്. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഇവിടെ നിന്ന് തന്നെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഡെഫിനറ്റ്ലി ഒരു പ്രിപ്പറേഷൻ ഓൺ ആണെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ഇന്ന് തന്നെ ഈ ഒരു മീറ്റിംഗ്, ഇന്നിപ്പം പ്രധാനമന്ത്രി, രക്ഷാമന്ത്രി, NSA, CDS, ആർമി ചീഫ്, നേവി ചീഫ്, എയർഫോഴ്സ് ചീഫ് മാത്രമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ഇതൊരു അസാധാരണമായിട്ടുള്ളൊരു മീറ്റിംഗ് തന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിനു മുൻപ് ഇങ്ങനെ സേനാ മേധാവികളുടെ മാത്രമായിട്ടുള്ള ഒരു മീറ്റിംഗ് മുൻപ് നടന്നിട്ടില്ല.
CCS മീറ്റിംഗ് നടക്കാറുണ്ട്, ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ഡിഫൻസ് സെക്രട്ടറി പോലും ഇല്ലായിരുന്നു. ഇവരെ മാത്രം നിർത്തി ഒരു മീറ്റിംഗ്, അത് ഡെഫിനറ്റ്ലി ഒരു മെസ്സേജാണ്. അതായത് നമ്മൾ സൈനികരുമായിട്ടുള്ള എല്ലാ ഓപ്ഷൻസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം കുറിച്ച് തന്നെ ചർച്ചയായി കാണും, അതിനകത്ത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ പുറത്ത് വന്ന ആ റിപ്പോർട്ട്, ശ്രീനാഥ് പറഞ്ഞ പോലത്തെ ആ റിപ്പോർട്ട്, അതായത് ഭീകരവാദത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജിങ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാഴ്ച ആയതേ ഉള്ളൂ ഇപ്പം ഈ ഒരു നമ്മൾ ടെറർ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട്. നമ്മൾ കുറച്ച് എന്താ പറഞ്ഞ, എല്ലാവർക്കും ആഗ്രഹമാണ് പെട്ടെന്ന് എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു ആകാംക്ഷയാണ്. അത് നാച്ചുറലാണ്, കാരണം അത്രയും ഭയാനകമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് നടന്നത്. പക്ഷേ അവർ പ്ലാൻ ചെയ്യുമ്പം അത് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട്, കാലിബ്രേറ്റഡ് ആയിട്ട്, കോർഡിനേറ്റഡ് ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്തത്. കാരണം അവർ വെറും ഒരു ഇതിനു വേണ്ടിയല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻറ്റയർ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ ആ ഓപ്ഷൻസിനകത്ത് ഡെഫിനറ്റായിട്ട് ഒരു തിരിച്ചടി, ഒരു സൈനിക തിരിച്ചടി തന്നെ കാണും എന്നുള്ള യാതൊരു സംശയമില്ല. എൻ്റെ ഒരു ഒറ്റയതേ ഉള്ളൂ, അത് കശ്മീരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുമോ, അതോ മറ്റേ ഏരിയയിലേക്ക് പോകുമോ, അതോ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാകിസ്ഥാൻ സൈന്യത്തിന് എന്തെങ്കിലും കിട്ടുമോ, അതോ പാകിസ്ഥാൻ്റെ സൈന്യ തലവൻ, പല റിപ്പോർട്ടും പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് പാകിസ്ഥാൻ ആർമി ചീഫ് നാട് വിട്ടു, പാകിസ്ഥാൻ ആർമി ചീഫ് ബങ്കറിനകത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ആർമി ചീഫിന് പുറത്തു വന്ന് ഫോട്ടോ കാണിക്കേണ്ട കാര്യമൊക്കെ വന്നത്. ആർമി ചീഫിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് അവർ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ബലൂചിസ്ഥാനിൽ കുറേ സ്ഫോടനങ്ങൾ ഓൾറെഡി നടന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ മുൻപിലുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ശ്രീ ഹാഷ്മി, ഡെഫിനറ്റ്ലി ദർ വിൽ ബി സംതിങ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ, അങ്ങനെ പാടുള്ളൂ. യെസ് ഷുവർ, ഞാൻ അങ്ങനെയൊക്കെ ബ്രിഗേഡിയർ മോഹൻപിള്ള ഡെഫിനറ്റ്ലി ദർ വിൽ ബി സംതിങ് എന്ന് കേണൽ എസ് ടിന്നി പറയുന്നത്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ്, നമ്മൾ ഈ പറയുന്ന അതിർത്തി മേഖലകളിലൊക്കെ ഈ ദിവസം നമ്മൾ രാവിലെ മുതൽ പഹൽഗാമിൽ ഇറങ്ങിയ നമ്മൾ വാർത്താ സംഘം രാവിലെ മുതൽ ഈ അതിർത്തി മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന, പുറത്തു പറയാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, എടുക്കാൻ കഴിയുന്ന ദൃശ്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ട കാഴ്ചകൾ ഉറപ്പായും ഡെഫിനറ്റ്ലി ദർ വിൽ ബി സംതിങ് എന്ന് കേണൽ ഡിന്നി പറയുന്ന 100% ശരിയാണ് എന്ന് പറയേണ്ടി വരും. ബ്രിഗേഡിയർ എസ് മോഹൻപിള്ള, ഉറപ്പായും നമ്മുടെ ഈ പറയുന്ന അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാൻ എന്തൊക്കെയോ സന്നാഹങ്ങൾ നടത്തുന്നുണ്ട്, പാകിസ്ഥാൻ എന്തൊക്കെയോ വെടിക്കോപ്പുകൾ അവിടെ നിരത്തി വെക്കുന്നുണ്ട്, സെൽഫ് പ്രൊപ്പൽഷൻ റൈഫിളോ എന്തൊക്കെയോ PL-50 അപ്പുറത്തോ അവരുടെ തീരത്ത് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ള കാര്യമൊക്കെ എടുത്ത് പേടിപ്പിക്കാൻ എന്നോണം നിരത്തി വെക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പുറത്തും ഉണ്ടല്ലോ, അത് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പുറത്തു പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും. ബ്രിഗേഡിയർ എസ് മോഹൻപിള്ള, ഇവിടെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇമ്മിനന്റായി എന്തോ സംഭവിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ ആരുമല്ല, അത് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ്. അദ്ദേഹത്തിന് നാക്ക് സത്യമാകാനിടയുണ്ടോ ബ്രിഗേഡിയർ മോഹൻപിള്ള? ഇത് ട്രൂപ്സിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ബോർഡറിൽ റേഞ്ചേഴ്സ് പുറകോട്ട് മാറിയതുമൊക്കെ അതിൻ്റെ സിംറ്റമാണ്. അതെല്ലാവർക്കും നമുക്കറിയാവുന്ന, അത് ബോർഡറിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ട്രൂപ്സ് പുറകോട്ട് മാറുന്നതും അല്ലെങ്കിൽ പാക്ക് റെഗുലർ മുന്നോട്ട് വരുന്നതുമൊക്കെ. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ ഇപ്പോൾ അതായത് അതൊരു പബ്ലിക് ഒപ്പീനിയനാണ് ഇപ്പം നടക്കുന്നത്. കാര്യം എവരി ഇന്ത്യൻസ് വി ഫീൽ ദാറ്റ് ഓക്കെ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ദാറ്റ് എവരിബഡി നോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അതാരും പറയില്ല നടക്കില്ല എന്നും, അത് എപ്പോൾ എങ്ങനെയെന്നുള്ളതൊരു വിഷയമുണ്ട്. ബട്ട് ദ പ്രോബ്ലം എന്താണെന്നറിയാമോ, അതിനകത്ത് ഇപ്പം പറഞ്ഞു ഓൺലി സർവീസസ് ചീഫുമായിട്ടുള്ള മീറ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ജനറലി സർവീസ് ചീഫുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് അത് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. എന്താണ് ക്ലാരിറ്റി, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് ഔട്ട്കം, ഇതാണ് അവിടെ ഡിസ്കഷൻ നടക്കുന്നതും. ദാറ്റ് മീൻസ് ബ്യൂറോക്രാറ്റിക് ബ്രാസ് ഇല്ലാതെ അവർ തന്നെ നടത്തുമ്പോൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, എന്താവും നമ്മുടെ ഔട്ട്കം. യു ഹാവ് ടു ടേക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക് ആസ് സച്ച് ഉണ്ടാവും. ഒരു പ്രശ്നമുണ്ടായാൽ വേഴ്സ് കം വേഴ്സ് സിറ്റുവേഷൻ ഫേസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വരുന്നത്. അപ്പം ഇപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ബാലോക്കോട്ട് മാതിരി ഉണ്ടാകും, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് മാതിരി ഉണ്ടാകും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ, ഐ ഓൾറെഡി ടോൾഡ്. അത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹോംവർക്ക് ഓൾറെഡി ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ മാത്രം അവർ ഇത് വരാൻ പറ്റുള്ളൂ. അതുപോലെ ടെററിസ്റ്റ് ക്യാമ്പിലോട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ മേ ബി ഒരു 100, 200 or 300 കിലോമീറ്റേഴ്സ് ബൗണ്ടറിയിൽ അറ്റാക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ അവർ അതിനുള്ള ഹോംവർക്ക് ഓൾറെഡി തയ്യാറെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാക് ഡിഫൻസ് മിനിസ്റ്റർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓൾറെഡി നോ. കാര്യം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തന്നെ ബീഹാറിൽ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടും എന്ന് ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് അവർക്കത് പറയുന്നത് കൊണ്ട് യാതൊരു മടിയുമില്ല. കാര്യം ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ
സാധാരണഗതിയിൽ പറയാറില്ലല്ലോ. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ ഒരു ശബ്ദമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് അവർ തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വിരളി പിടിച്ചു എന്നുള്ളത് സത്യമാണ്. കാര്യം ഇന്നേ വരെ ഇന്ത്യയുമായിട്ട് ആ ടെററിസ്ഥാൻ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കമ്പാരിസൺ ഇല്ല. അവർ ഈ കമ്പാരിസൺ വെക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ പ്രശ്നം കൊണ്ട് തന്നെയാണ് ചൈന ഒരു എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോ പല രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കണ്ടുകൊണ്ട് വാക്തർക്കങ്ങളുണ്ട്. ഇതുപോലെ ഒന്നും കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായി, അതിന് തൊട്ട് പിറ്റേന്നാൾ മുതൽ ഒരു കരച്ചിലിന്റെ സ്വഭാവത്തിൽ ഞങ്ങൾ ആണവായുധ ഭീഷണിയാണ്, ഞങ്ങളുടെ കയ്യിൽ 150 അല്ലെങ്കിൽ 160 വാർഹെഡ് ഉണ്ട്, ആ വാർഹെഡ് മൊത്തം തിരിച്ചു വെച്ചിരിക്കും നിങ്ങൾക്ക് നേരെയാണ്, അവിടെ വെള്ളം തന്നില്ലെങ്കിൽ അവിടെ വെള്ളത്തിന് പകരം നിങ്ങളുടെ ചോര ഒഴുകും എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഏതെങ്കിലും ലോക്കൽ പൊളിറ്റീഷ്യൻസ് അല്ല. അവരുടെ പ്രധാനമന്ത്രി, അവരുടെ ആഭ്യന്തരമന്ത്രി, അവരുടെ വിദേശകാര്യമന്ത്രി, അവരുടെ പ്രതിരോധ മന്ത്രി, അവരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ തലവന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ പറയുന്ന പേടി, വിരളി എവിഡന്റ് അല്ലേ ശ്രീ മോഹനൻപിള്ള? ആഷ്മി, മലയാളം ചാനൽ ആയതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുക, കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല, കുരയ്ക്കത്തേ ഉള്ളൂ. ശരിക്കും കടിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഇഷാര കാഫിയെ, അതാണ് സംയമനം. അത് വെച്ചിട്ട് എന്താ ചെയ്യണം എന്നുള്ളത് ഇന്ത്യൻ ആർമിക്ക് വളരെ വ്യക്തമായി, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അത് വെച്ചിട്ടുള്ള ഇത് മാത്രമാണ് നമുക്ക് മെയിനായിട്ട് കാണേണ്ടത്. കാര്യം ഇപ്പോൾ നമ്മൾ ഫൂളിഷ്നെസ്, ഒരാൾ വിഡ്ഢിയായി എന്ന് പറഞ്ഞ് നമ്മൾ അതനുസരിച്ചിട്ട് തിരിച്ച് അതേ ടൈമിൽ തന്നെ ഇന്ന് തന്നെ നാളെ തന്നെ അതൊരിക്കലും ചെയ്യില്ല. ദാറ്റ് ഈസ് എ വൈസ് മാൻ സ്പിരിറ്റ് എന്ന് പറയും. അതനുസരിച്ചിട്ട് മാത്രമേ, അതായത് എക്സ്പേർട്ടായിട്ട് നമ്മൾ ഏത് ആക്ഷന് പോയി കഴിഞ്ഞാലും ദ സേഫ്റ്റി, ഹോണർ ആൻഡ് വെൽഫെയർ ഓഫ് ദി കൺട്രി അതൊന്ന്, പിന്നെ സേഫ്റ്റി, ഹോണർ ആൻഡ് വെൽഫെയർ ഓഫ് ദി മെൻ യു കമാൻഡ് ഫസ്റ്റ് കംസ് ഓൾവേസ് ആൻഡ് എവരി ടൈമാണ്. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ, ഒരു ട്രൂപ്പിൽ ഒരാൾക്ക് പോലും ഒരു കാഷ്വാലിറ്റി ഇടപെടാതെ മാക്സിമം ഗെയിൻ അവിടെ കൂടുതൽ കാഷ്വാലിറ്റി കൊടുത്തുകൊണ്ടെടുക്കുക. അതാണ് യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആണ്. നമുക്കൊരിക്കലും അതിനെക്കുറിച്ചിട്ട്, അതാണ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അവർ പറയുന്ന മാതിരി 136 ന്യൂക്ലിയർ വാർ ഹെഡ് ഇന്ത്യയിലോട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വിഡ്ഢിത്തരമാണെന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ലെന്ന്. അപ്പോൾ ഇവരിതിങ്ങനെ ജൽപ്പനങ്ങളാണിത്, അവർ വിരളി പിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ഷുഡ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാനുള്ളത്. കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് നഷ്ടപ്പെടാൻ നമുക്ക് കൂടുതൽ ഉണ്ടാവാം. കാര്യം നമ്മളൊരു റൈസിങ് പവറാണ്. ആ പവർ ഇല്ലാതാക്കാനായിട്ട് അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് നഷ്ടപ്പെടാൻ കമ്പയർ ടു ഇന്ത്യ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ കിടന്ന് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ട് ഓടുകയാണ്. പ്രൊവോക്ക് ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെ, അവിടുത്തെ ചില രാഷ്ട്രീയ അസ്ഥിരത കൂടി അതിന് കാരണമായിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കണം. ശരി, ശ്രീ കെ പി ഫാബിയാൻ, ഞാൻ അങ്ങനെ ശ്രീ കെ പി ഫാബിയാൻ, ഇവിടെ ഇപ്പൊ നോക്കൂ ശ്രീ കെ പി ഫാബിയാൻ, ഇവിടെ പിന്നെയും മുറുമുറുപ്പ് എന്ന് പറയുന്ന മട്ടിലാണ് പാകിസ്ഥാന്റെ കാര്യം. ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബൈസരൻ താഴ്വരയിലേക്ക് കടന്നു കയറി. ഇപ്പോ ഈ പറയുന്ന ഹാഷിം മൂസ എന്ന് പറയുന്ന ആൾ പാക് സേനയുമായി നേരിട്ട് ബന്ധമുള്ള ആളാണ്, അവരുടെ പാരാ കമാൻഡോ ആണ് എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിന് തെളിവുകൾ പുറത്തേക്ക് വരട്ടെ. നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ട് ആരാണതിന് പിന്നിലെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാവുന്നില്ല. അവരൊന്നും നിഷ്പക്ഷ അന്വേഷണം എന്ന് പറയുന്നുണ്ട്. ചെയ്തതവർ, അതിനുശേഷം ഉള്ള പ്രകോപനം മൊത്തം നടത്തുന്നതവർ. ഈ രീതിയിൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയാണോ, അതോ നമ്മൾ നേരത്തെ പറയുന്നതുപോലെ ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് മുൻകൂട്ടി പറയുന്ന ചില ജൽപ്പനങ്ങൾ മാത്രമായി കാണണോ ഈ പ്രതികരണങ്ങളെ? ശ്രീ കെ പി ഫാബിയാൻ, ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാൻ മിലിറ്ററിയാണ് പാകിസ്ഥാൻ സ്റ്റേറ്റിലെ ഏറ്റവും ശക്തിപൂർണമായ ഘടകം. രണ്ടാമത്, പാകിസ്ഥാൻ ഒരു ഓക്യുപ്പൈഡ് കൺട്രിയാണ്. ഇപ്പൊ നമ്മൾ പാലസ്റ്റൈനെ പറ്റി പറയുമല്ലോ, ഓക്യുപ്പൈഡ് ടെറിട്ടറി എന്നൊക്കെ. പാകിസ്ഥാനും ഒരു ഓക്യുപ്പൈഡ് കൺട്രിയാണ്. ഒരു വ്യത്യാസം മാത്രം, പാകിസ്ഥാൻ ആർമിയാണ് പാകിസ്ഥാനെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. മൂന്നാമതായിട്ട്, പാകിസ്ഥാന്റെ ജനറൽ ഉണ്ടല്ലോ, അദ്ദേഹം പലപ്പോഴും ഇന്ത്യയെയും ഹിന്ദുസെയും പുച്ഛിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് മിക്കവാറും ഇതിന്റെ പിന്നിൽ. അത് എന്തുകൊണ്ട്? അത് പറഞ്ഞാൽ പാകിസ്ഥാന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. 1953 പ്രധാനമന്ത്രി നെഹ്റു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് ഒരു ജനഹിത പരിശോധന, പ്ലെബിസൈറ്റ് അവിടെ നടക്കാൻ പോകുമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ. അന്നേരം ജോൺ ഫോസ്റ്റർ ഡള്ളസ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, എൻ്റെ ജനറേഷൻ അദ്ദേഹത്തെ പറ്റി പറയുമായിരുന്നു,
ഡള്ളസ്. അദ്ദേഹം പാകിസ്ഥാനിൽ വന്നു. അദ്ദേഹത്തിന് പാകിസ്ഥാൻ മിലിറ്ററി ആയിട്ട് സമ്പർക്കത്തിലായി, വളരെ ഇംപ്രസ്ഡ് ആയി. തന്നെയുമല്ല, അന്നേരം സോവിയറ്റ് യൂണിയൻ ഒരു ഹൈഡ്രജൻ ബോംബ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രസിഡന്റ് ഐസൻഹോവർ ആലോചിക്കുമായിരുന്നു, അമേരിക്കയ്ക്ക് പുറത്ത് സൈന്യങ്ങളെ നിർത്തണമെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ വേറെ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് അമേരിക്കയ്ക്ക് താല്പര്യത്തിന് നല്ലതായിരിക്കും. അപ്പൊ ആ സന്ദർഭത്തില് പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഒരു സൈനിക ഉടമ്പടി ഉണ്ടായി, പ്രതിരോധ ഉടമ്പടി ഉണ്ടായി. അത് 54-ലാണ്. 58-ല് ആദ്യത്തെ മിലിറ്ററി കൂ നടന്നു. പിന്നെ ചരിത്രം നോക്കുകയാണെങ്കിൽ അടുത്ത 50 വർഷത്തിൽ ഏതാണ്ട് 38 വർഷം പാകിസ്ഥാൻ മിലിറ്ററി റൂളിലായിരുന്നു. ഒരു സിവിലിയൻ ഗവൺമെന്റ് ഉള്ളപ്പോഴും ശരിയായിട്ടുള്ള കൺട്രോള് മിലിറ്ററിയുടെ അടുത്താണ്. ഇന്ത്യയോടുള്ള പോളിസി, ചൈനയോടുള്ള പോളിസി, അമേരിക്കയോടുള്ള പോളിസി, ഇതെല്ലാം മിലിറ്ററിയാണ് തീരുമാനിക്കുന്നത്. അപ്പോ ഇദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി കൊടുക്കണം. പക്ഷെ അതുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുന്നത് നമ്മൾ തുടങ്ങുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടത് ബാലക്കോട്ട് ഓർക്കുന്നുണ്ടല്ലോ, അപ്പോ 1-2 ബാലക്കോട്ട് പ്ലസ് അതാണ് വേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന്. ശരിയാണത്. എന്തായാലും കടിക്കുന്നതിന് മുമ്പ് ഒട്ടും കുരയ്ക്കരുത്. അപ്പൊ നമ്മളും എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അനാവശ്യമായിട്ട് സംസാരിക്കരുത്. ഞാൻ അത് ശരിയാണ് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, വായി തോന്നുന്നൊക്കെ വെറുതെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ അവരുടെ ദൗർബല്യം മനസ്സിലാവുന്നുണ്ട്, അവരുടെ അവരുടെ അങ്ങേയറ്റത്തെ വീക്ക്നെസ് മനസ്സിലാവുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം ശ്രീ കെ പി ബോബിയാൻ. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ നോക്കൂ, ഇവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നേരത്തെ അവരുടെ സാമ്പത്തികമായി നട്ടലൊടിഞ്ഞ അവസ്ഥ മുതൽ ഏറ്റവും ഒടുവിൽ ബലൂചിസ്ഥാനിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ സകലവിധമായ മേഖലകളിൽ നടക്കുന്ന സംഘർഷങ്ങൾ, അവരുടെ ഭരണകൂടങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ, അതിനിടയിൽ അസീം മുനീറിന്റെ അധികാരക്കൊതി, എപ്പോഴും ഭയക്കുന്ന ഒരു പട്ടാളക്കുപ്പ്, രാജ്യത്തെ ജനങ്ങളെ കൂടെ നിർത്താൻ പാകിസ്ഥാന്റെ അവിടെയൊക്കെ ചരിത്രപരമായി തന്നെ എക്കാലത്തെയും അവരുടെ നീക്കങ്ങൾ, ഇത്തരം ചില കാര്യങ്ങളുണ്ട്. അപ്പൊ യുദ്ധമുണ്ടായാൽ ഒരു പക്ഷേ അസീം മുനീറിന് അത് ഗുണകരമാകുമെന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടോ? അയാൾക്ക് ഗുണകരമാവാത്ത രീതിയിൽ നമ്മൾക്ക് നേരിട്ട അങ്ങേയറ്റത്തെ ആഘാതത്തിന്, അങ്ങേയറ്റത്തെ വേദനയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? അത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ഇതിനൊക്കെ കാരണക്കാരെ അസീം മുനീറിന് അത് ഗുണകരമായ ഫാക്ടറായി മാറിക്കൂടാ? ശ്രീ മോഹൻ വർഗീസ്. ശ്രീ ഹാഷ്മി, പാകിസ്ഥാൻ സൈനിക മേധാവിമാർ കാലാകാലങ്ങളിൽ രാഷ്ട്രീയ ഇച്ഛാശക്തികൾ, രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കാണിച്ചിട്ടുള്ളവരാണ്. അത് മുൻകാലങ്ങളിൽ പലപ്പോഴും നമുക്കറിയാം, സിവിലിയൻ ഭരണകൂടങ്ങളെ മറിച്ചിട്ടുകൊണ്ട് സൈന്യം അധികാരം ഏറ്റെടുക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസീം മുനീർ മുൻഗാമികളെ പോലെ തന്നെ തീർച്ചയായും പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കാര്യങ്ങൾ, അത് രാഷ്ട്രീയ അധികാരം തനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അതിനൊരു സംഘർഷം അനിവാര്യമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ഒരു സംവിധാനത്തിൽ സൈന്യം കഴിഞ്ഞു മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും. രാഷ്ട്രീയ സംവിധാനം എല്ലാം തന്നെ പൊതുവേ നമ്മൾ കാണുന്നത് ഷഹബാസ് ഷെറീഫിൻ്റെ ഗവൺമെൻറ് എന്നൊക്കെ പറയുമ്പോഴും സൈന്യം തീരുമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. മുൻകാലങ്ങളിൽ സാധിച്ചിട്ടില്ല, ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇനി ഒരു പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് വരാം. സൈന്യത്തിൻ്റെ പോപ്പുലാരിറ്റി ലെവൽ, അസീം മുനീർ നയിക്കുന്ന സൈനിക എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പോപ്പുലാരിറ്റി ലെവൽ ഓൾ ടൈം ലോയിൽ നിൽക്കുകയാണ്. അത് നേരത്തെ സൂചിപ്പിച്ച ഈ വസീറിസ്ഥാനിലെ വിഷയങ്ങൾ, അതുപോലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ആകപ്പാടെയുള്ള ഈ പാക് താലിബാൻ്റെ പ്രക്ഷോഭങ്ങൾ, ആർമിക്കെതിരെയുള്ള നീക്കങ്ങൾ, ജനങ്ങൾ തന്നെ ആർമിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ബലൂചിസ്ഥാൻ ഏതാണ്ട് പോയ മട്ടാണ്. അങ്ങനെ മുച്ചൂട് പ്രശ്നങ്ങളിൽ നിൽക്കുന്ന പാകിസ്ഥാൻ്റെ ആകപ്പാടെ ആ ഒരു അന്തരീക്ഷത്തിൽ സൈന്യത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകണം. മുൻകാലങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ 99-ൽ അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞു പോലുമില്ല. അതുകൊണ്ടാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെറീഫ് യുദ്ധമെല്ലാം കഴിഞ്ഞ് സമാധാനമായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോട് പറഞ്ഞത്, അങ്കിൾ ഞാൻ അറിഞ്ഞില്ല യഥാർത്ഥത്തിൽ പർവേസ് മുഷറഫും സംഘവും അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്നു എന്ന്, പട്ടാളത്തിൻ്റെ ആക്രമണം കാർഗിൽ ഉണ്ടാകുന്നു എന്ന വിവരം പോലും ഞാൻ അറിഞ്ഞില്ല എന്നത്
തീർച്ചയായും നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തെ ഷഹബാസ് ഷെരീഫിനെയും മന്ത്രിസഭയിലെ അംഗങ്ങളെയും പ്രതിപക്ഷ നേതാവ് അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന ബിലാവൽ ഭൂട്ടായും ഒക്കെ തന്നെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ടാണ് സൈനിക മേധാവി അസീം മുനീർ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നോക്കൂ, സൈന്യത്തിൻ്റെ ഒരു രീതി നോക്കൂ, ആ രീതിശാസ്ത്രം നോക്കൂ. തികച്ചും പ്രൊഫഷണലായി അസീമുനീർ ഇപ്പൊ എവിടെ ചോദിക്കണ്ട, അയാളുടെ ദുഷ്ടബുദ്ധിയിൽ അയാൾ എന്തും ചെയ്യും. കാര്യം അയാളുടെ ലക്ഷ്യം എന്താണ്? പട്ടാള മേധാവി ഇരിക്കുക എന്നുള്ളതല്ല. അയാളുടെ ലക്ഷ്യം കിയാനിയാണ്, അയാളുടെ ലക്ഷ്യം പർവേസ് മുഷാറഫാണ്, അയാളുടെ ലക്ഷ്യം പാകിസ്ഥാൻ അധികാരമാണ്. അതിനുവേണ്ടി അയാളുടെ ഭാഗത്തേക്ക് പാക് ജനതയെ കൊണ്ടുവരാൻ അയാൾ ഏത് എക്സ്റ്റന്റും പോവും. എന്റെ ചോദ്യം ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ നേരിട്ട അങ്ങേയറ്റത്തെ ആഘാതത്തിന്, അങ്ങേയറ്റത്തെ അപമാനത്തിന്, നമ്മുടെ 26 നിരപരാധി ചോരയ്ക്ക് നമുക്ക് തിരിച്ചടി കൊടുത്തേ മതിയാകൂ, അല്ലെങ്കിൽ നമ്മൾ രാജ്യം എന്ന് പറയുന്നൊരു കാര്യമില്ലല്ലോ ശ്രീ മോഹൻ വർഗീസ്. പക്ഷേ നമ്മൾ ആ തിരിച്ചടി കൊടുക്കുമ്പോൾ അത് അസീം മുനീറിന് ഒരു ഗുണകരമായ ഫാക്ടറായി പോയി കൂടാ, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഗുണകരമായ ഫാക്ടറായി പോയി കൂടാ? ഇവിടെ നമ്മൾ തീർച്ചയായും ശ്രീ ഹാഷ്മി, നമ്മൾ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനിൽ ആരാണ് അധികാരത്തിൽ വരുന്നത് എന്നത് ഇന്ത്യ അതിനെക്കുറിച്ച് കൺസേൺ ആകേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. ജനാധിപത്യ ക്രമത്തിലാണെങ്കിലും ശരി, സൈനിക ഭരണത്തിലാണെങ്കിലും ശരി, ഏത് വ്യക്തി അധികാരത്തിൽ വന്നാലും നിലപാടുകളാണ് പ്രധാനം. ഇന്ത്യയോടുള്ള നിലപാടാണ് പ്രധാനം, തീവ്രവാദത്തോടുള്ള നിലപാടാണ് പ്രധാനം. സിവിലിയൻ ഗവൺമെൻറ് ഉള്ളപ്പോഴും പാകിസ്ഥാൻ്റെ സൈന്യവും ISIയും ചേർന്ന് ഹിസ്ബുൾ മുജാഹിദിനെയും ഹർക്കത്തുൽ മുജാഹിദിനെയും ജയ്ഷെ മുഹമ്മദിനെയും ഇപ്പോൾ ഇതാ ലഷ്കർ ഇ തോയ്ബയും എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ്. ഇവരെല്ലാം തന്നെ ഈ തീവ്രവാദ വിഭാഗങ്ങൾ നോക്കൂ, ജയ്ഷെ മുഹമ്മദിൻ്റെ പേര് അവരിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, അതിന് പകരം വേറൊരു പേരാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പേരാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന്. അതുകൊണ്ട് പരകായ പ്രവേശം നടത്തി എന്ന അർത്ഥമൊന്നുമില്ല. ആ പേര് മാറ്റി പാകിസ്ഥാൻ കണക്ഷൻ ഇല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന, IMFനെ ബോധ്യപ്പെടുത്തുന്ന, ലോക മനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ്. അതുകൊണ്ടാണ് ആദ്യം ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ പോലും തീവ്രവാദ സംഘടന ഇപ്പോൾ അത് ഞങ്ങളല്ല, ലഷ്കർ തോയ്ബ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു TRFുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നു. TRF തന്നെ വെളിയിൽ വന്ന് പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. 4 ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റാമിഫിക്കേഷൻ അല്ലെങ്കിൽ റിപ്പർക്കഷൻസ് ഉണ്ട്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ട്. ഇവിടെ എല്ലാ കണ്ണുകളും സൈന്യത്തിന് നേരെയും സൈനിക ജനറൽ നേരെയുമാണ്. അതുകൊണ്ടാണ് സൈനിക ജനറൽ ഈ അസീം മുനീർ എന്ന് പറയുന്ന വ്യക്തിക്ക് താല്പര്യങ്ങളുണ്ടെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കും എന്നത് സംശയകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന ഇടപെടണം, ചൈന പറഞ്ഞിരിക്കുന്നു അന്വേഷിക്കണം. പാകിസ്ഥാൻ ഇത്രയും നാൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടത്തിയ എല്ലാ നയതന്ത്ര നീക്കങ്ങളുടെയും സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ ഒരു രാജ്യത്തെ കൊണ്ട് മാത്രമേ വാ തുറന്ന് എന്തെങ്കിലും പറയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതും ഞങ്ങളിതാ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു എന്ന് ചൈന പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞു വെച്ചിട്ടുള്ളത് പാകിസ്ഥാൻ പറയുന്നു ന്യായമായ അന്വേഷണം നടത്തണം, ഈ സംഭവത്തിന് പിന്നിൽ, പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്ന് ലോകം മനസ്സിലാക്കണം, സ്വതന്ത്രമായ അന്വേഷണം നടക്കണം എന്ന പാകിസ്ഥാന്റെ നിലപാട് ചൈന എൻഡോഴ്സ് ചെയ്യുന്നതിന് ഉപരിയായി ചൈന നേരിട്ട് സൈന്യത്തെ അയക്കുമെന്നോ ഏതെങ്കിലും സഹായം ചെയ്യുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. തുർക്കി പോലും കഴിഞ്ഞ ദിവസം ഒരു ആശയക്കുഴപ്പം ഉണ്ടായി. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷേ എന്ന് പറയുമ്പോൾ പോലും നമുക്ക് ചൈനയുടെ താല്പര്യം നമുക്കറിയാം. നമ്മുടെ പല സ്ഥലങ്ങളിൽ അവർക്ക് അതിർത്തി താല്പര്യങ്ങളുണ്ട്. നമ്മുടെ രാജ്യം തകർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇനി പരസ്യമായി അങ്ങനെ ഒരു സമാധാന കാംക്ഷിയെ പോലെ, സമാധാന പ്രേമിയെ പോലെ ചമച്ചാലും ബുദ്ധി കുറുക്കന്റെ ബുദ്ധിയാണ്. ലക്ഷ്യം തമ്മിലിടിച്ച് വീഴുന്ന ചോരയാണ്. അപ്പോൾ ചൈന നമുക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് വരികയാണോ സർ? വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ടു കശ്മീർ. പ്രേക്ഷകർ പിന്നിൽ കാണുന്നത് ശ്രീനഗറിലെ വിഖ്യാതമായ ക്ലോക്ക് ടവറാണ്. ഒരുപാട് ചരിത്ര സാക്ഷ്യങ്ങൾക്ക് ലക്ഷ്യം വഹിച്ച ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവർ അടുത്തൊരു ചരിത്ര സാക്ഷ്യത്തിന് കൂടി ലക്ഷ്യം വഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണോ എന്നാണ് രാജ്യത്തിന്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന അതിനിർണായകമായ യോഗം പൂർത്തിയായത്. എല്ലാ സേനാ വിഭാഗങ്ങളും സംയുക്ത സേനാ മേധാവിയും അടക്കം പങ്കെടുത്ത യോഗമായിരുന്നു. അതിലെ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു, ഭീകരവാദത്തിന് മറുപടി നൽകുക എന്നത് നമ്മുടെ ദൃഢനിശ്ചയത്തിന്റെ ഭാഗമാണ് എന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. സേനാ വിഭാഗങ്ങളുടെ തയ്യാറെടുപ്പിലും മികവിലും പൂർണ്ണ തൃപ്തനാണ് എന്ന് പ്രധാനമന്ത്രി ആ യോഗത്തിൽ പറഞ്ഞു എന്നറിയാൻ കഴിയുന്നു. അമിത്ഷാ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. നിർണായക കൂടിക്കാഴ്ചകൾ ഇപ്പോൾ തുടരുകയാണ് അവിടെ. മാത്രമല്ല, തിരിച്ചടിയുടെ രീതി, തിരിച്ചടിയുടെ ലക്ഷ്യം, തിരിച്ചടിയുടെ സമയം എന്നിവ തീരുമാനിക്കാൻ സേനാ വിഭാഗങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ആ യോഗത്തിൽ പ്രധാനമന്ത്രിയും ആ യോഗവും നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നത് പോലെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ആസന്നമാകുന്നുണ്ട്. റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ ജേക്കബ് തരകൻ കൂടി ചെന്നു. ശ്രീ ജേക്കബ് തരകൻ, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനമായ അളന്നു കുറിച്ചൊരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം എന്താണ്? നമ്മുടെ ലക്ഷ്യം വലുതാണ്, പക്ഷേ നമ്മുടെ സമയം തീരെ ചെറുതാണ്. അതിൻ്റെ കൂടെ പ്രധാനമന്ത്രിയോട് ചേർന്ന് യോഗത്തിൽ
തിരിച്ചടിക്കുള്ള സമയം, തിരിച്ചടിയുടെ ലക്ഷ്യം, തിരിച്ചടിയുടെ രീതി, അതൊക്കെ തീരുമാനിക്കാൻ സൈന്യത്തെ ചുമതലപ്പെടുത്തുക വഴി വരും ദിവസങ്ങളിൽ രാജ്യം കാത്തിരിക്കേണ്ടത് എന്താണ്? ശ്രീ ജേക്കബ് തരകൻ, അങ്ങയുടെ അനുഭവ പരിചയത്തിൽ. ഹാഷ്മി, വളരെ നന്ദി. ആദ്യമേ തന്നെ എൻ്റെ അനുശോചനം ഈ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും ഞാൻ അർപ്പിക്കട്ടെ. നേരത്തെയും ഞാൻ വേറെ ചാനലിലും പറഞ്ഞിരുന്നു, എന്ത്, എങ്ങനെ, എവിടെ, എപ്പോൾ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്, അത് ചെയ്യാൻ അധികാരം ആര് ഏൽപ്പിക്കുന്നു അവരാണ് തീരുമാനിക്കേണ്ടത്. പണ്ടും മിലിറ്ററി, അതായത് മിലിറ്ററി ഇൻ്റർവെൻഷൻ നടത്തുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത് ചെയ്യാൻ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ കമാൻഡേഴ്സിന് എപ്പോഴും ഫ്രീഡം ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇപ്പോൾ കൊടുത്തു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അനുമാനിക്കുക, അതായത് ഊഹാപോഹങ്ങളാണ്. നമുക്ക് അറിവിൻ്റെയോ അല്ലെങ്കിൽ അറിവ് കേടിൻ്റെയോ അതിലേക്ക് അറിവിൻ്റെ പര്യാപ്തത കൊണ്ടോ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഒന്ന് പറയാൻ ഒക്കുന്നത്, അതിനുള്ള മാർഗങ്ങൾ എന്തായാലും ശരി, അത് നടക്കുമ്പോൾ എന്തെങ്കിലും സ്പെക്ടാക്കുലർ ആകണം എന്നാണ് എൻ്റെ അനുമാനം. കാരണം നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, നമ്മൾക്ക് ഒരു ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ഉറിക്ക് പകരം ഒരു ആക്ഷൻ ചെയ്തു, ബാലാക്കോട്ടിൽ നമ്മൾ ഒരു ആക്ഷൻ ചെയ്തു. അപ്പം അതിനെയൊക്കെ വെല്ലുന്ന ഒരു ആക്ഷൻ ഇപ്പം ആക്ച്വലി എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷകൾ ഈ നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ട്, പഴയതിലും എന്തോ വലുത് നടക്കാൻ പോകുന്നു എന്നുള്ളത്. അതിനെ തോൽപ്പിക്കാൻ, അതിനെ കെടുത്താനൊക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ എന്തെങ്കിലും സ്പെക്ടാക്കുലറായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരു കണ്ടീഷൻ കാണും, അല്ലെങ്കിൽ അതിനൊരു സുഖമില്ല. നമ്മൾ സാക്ഷ്യം വഹിച്ചത് അടുത്ത കാലത്ത് നമ്മുടെ നെഞ്ചകം കീറിയ കാഴ്ചകളാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ആ ദൃശ്യങ്ങളടക്കം സ്വാഭാവികമായും നമ്മുടെ ഓരോ പൗരന്റെയും വികാരം എന്ന് പറയുന്നത് അതിന്റെ ഒരു ആയിരം ഇരട്ടി മടങ്ങുകൾ എന്ന് പറഞ്ഞാൽ, ഇത് ഏതെങ്കിലും സൈനികരുമായി നടത്തിയ ഏറ്റുമുട്ടലല്ല, ഏതെങ്കിലും സൈനിക മേഖലയിൽ നടത്തിയതല്ല. ഇത് നിരപരാധികളെ, പാവങ്ങളെ, ടൂറിസ്റ്റുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നത് അതിൽ പരം നിഷ്ഠൂരമായ കുറ്റകൃത്യം മറ്റൊന്നും ഇല്ലല്ലോ. സ്വാഭാവികമായും അതിന്റെ 10 മടങ്ങ് ഇരട്ടിയിൽ തിരിച്ചടി നൽകണമെന്ന് ഓരോ പൗരന്റെയും ആഗ്രഹം ഒരു ആവേശത്തിൽ മാത്രം ഉണ്ടാകുന്ന ആഗ്രഹമില്ല, അത് അവന്റെ ഉള്ളിൽ തിളക്കുന്ന രാജ്യസ്നേഹത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹമാണല്ലോ ശ്രീ ജേക്കബ് തരകൻ. താങ്കൾ പറയുന്നത് പോലെ ഒരു ഓൾ ഔട്ട് വാർ എന്നതിലേക്ക് ചിലപ്പോൾ പോയില്ലെങ്കിൽ കൂടിയും നമ്മൾ ഈ അനീതിക്ക് പകരം കൊടുത്തു എന്ന് കൃത്യമായി ഓരോ പൗരനും ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് സംഭവിക്കണം, അല്ലേ ശ്രീ ജേക്കബ് തരകൻ? അതെ, ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ബെഞ്ച് മാർക്കുണ്ട്, അതായത് ഒരു മൈൽ സ്റ്റോൺ ഉണ്ട്, അത് നമ്മൾ ക്രോസ് ചെയ്യണം. പക്ഷേ ഇത് ഒരു എസ്കലേഷൻ്റെ ആ ലാഡർ, അതായത് എസ്കലേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരുപടി മുന്നോട്ട് പോകുന്നു. ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ. ഇപ്പം നമ്മളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് 26 പേര് ഒരുമിച്ച് മരിച്ചു എന്നുള്ള ഒരു പ്രശ്നമാണ്. അതായത് 26 നിസ്സഹായരായ, നിഹസ്തരായ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായ കുറച്ച് വിനോദസഞ്ചാരികളെ 4 പേർ കൂടി വെടിവെച്ച് കൊന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ രോഷം കൊള്ളുന്നത്. ഞാനൊരു കാര്യം താങ്കളിലൂടെ ഈ കാണുന്ന പ്രേക്ഷകരോട് ചോദിച്ചോട്ടെ, ഇത് 1ഓ 2ഓ ആയിരുന്നെങ്കിൽ നമ്മൾക്ക് ഇത്രയും രോഷം കൊള്ളത്തില്ലായിരുന്നോ? അതോ 1ഓ 2ഓ വെച്ച് അടുത്ത 2-3 മാസം അവിടെ ഇവിടെയുമായി കൊന്നാൽ നമുക്ക് രോഷം? ഒരാളാണെങ്കിലും ശരി, 2 ആളാണെങ്കിലും ശരി, 26 ആണെങ്കിലും ശരി, ഏതൊരു ഇന്ത്യൻ പൗരനെയും പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ടെററിസ്റ്റ് വധിക്കുകയാണെങ്കിൽ അത് നമുക്കെല്ലാവർക്കും വേദന ഉണ്ടാകുന്നതാണ്. അതിലൊരു വികാരമുണ്ട്. പക്ഷേ ഈ വികാരത്തിനപ്പുറം ഒരു വിവേകമുണ്ട്, ഒരു വിവേചനമുണ്ട്. അതാണ് ഈ സമയത്തിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞത്. നമ്മൾ വികാരം കൊണ്ട് എടുത്തു ചാടി ബഹളം ഉണ്ടാക്കി ഒരു ആക്ഷൻ ചെയ്യുന്നതിലും നല്ലത് വിവേചനപരമായി, വിവേകത്തോടെ നമ്മൾക്ക് എന്താണോ സാധിക്കാനുള്ളത് എന്ന് മുന്നിൽ, അതായത് ഒരു എൻഡ് സ്റ്റേറ്റ്, ഇതിൽ നിന്ന് ഔട്ട്കം എന്താണ് വേണ്ടത് എന്ന് തീരുമാനിച്ചതിന് ശേഷം ആണ് ആക്ഷൻ എടുക്കേണ്ടത്. എൻ്റെ അനുമാനത്തിൽ, എൻ്റെ ഊഹത്തിൽ ഞാൻ ഗ്രഹിക്കുന്നത് ഇന്നത്തെ മീറ്റിംഗിൽ പ്രധാനമന്ത്രി അങ്ങനെ ഒരു എൻഡ് സ്റ്റേറ്റ് കൊടുത്തു കാണും. താങ്കൾ ശരിയാവണ്ണം പറഞ്ഞു. ഉറപ്പായും നമ്മുടെ സൈന്യം അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇപ്പൊ
അതെ, ഉറപ്പായും നമ്മുടെയൊക്കെ ഉള്ളിൽ തോന്നുന്ന വികാരം എല്ലാവരുടെയും ഉള്ളിൽ തോന്നുന്ന വികാരമാണ്. ഇപ്പൊ താങ്കൾ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായിരുന്നത് അതിന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ കൂടി അറിയുന്നതുകൊണ്ടാണല്ലോ അങ്ങേക്ക് അത്രമാത്രം പക്വതയോട് പറയാൻ കഴിയുക. നമ്മൾ കണ്ടത് എന്താണ്? നമ്മൾ കണ്ടത് നമ്മുടെ സഹോദരന്മാർ കൺമുന്നിൽ പിടഞ്ഞു വീണതാണ്, ഒന്നും ചെയ്യാത്ത പാവം സഹോദരന്മാർ. അതിന് അവർക്ക് ആ ചോരയ്ക്ക് ഒരു പകരം ചോര എന്ന് ചോദിക്കുന്നത് എന്താണ്? ഉറപ്പായും ഓരോ ആൾക്കാരുടെയും ഉള്ളിലുള്ള ഒരു രാജ്യസ്നേഹവും ഒരു സഹോദര സ്നേഹവും ഒക്കെ കൊണ്ടാണല്ലോ സർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീയസ് ഇനിയും ഇതിവിടെ മാത്രം സംഭവിക്കുന്നതാണോ? അല്ലല്ലോ. ഇത് പത്താംകോട്ട് സംഭവിച്ചില്ലേ? ഉറിയിൽ സംഭവിച്ചതാണ്. ഇത് പല ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് കുറ്റം പറയാൻ കഴിയില്ല. കുപ്രസിദ്ധമായ 1000 കട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത് പാക് സൈന്യത്തിന്റെ മുഖമുദ്രയാണ്. ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ പല മേഖലകളിൽ പലതായി വെട്ടി കീറലുണ്ടാക്കി മുറിവുണ്ടാക്കി ചോര ഊറ്റുക എന്ന് പറയുന്ന അവരുടെ പ്രഖ്യാപിത നിലപാടല്ലേ? ശ്രീയസ് നമുക്കിനിയും എന്താണ്? നമുക്ക് സമാധാനം പറഞ്ഞ്, അഹിംസ പറഞ്ഞ്, വിവേകം പറഞ്ഞ്, വിവേചനം പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാനാവുമോ ശ്രീയസ്? എനിക്ക് തോന്നുന്നില്ല ശ്രീ ഹാഷ്മി, അതിന്റെ സമയം കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് വെറും ഒരു നീതി അല്ലെങ്കിൽ നമ്മളെ 26 ആളുകൾ നമ്മുടെ സ്വന്തം പൗരന്മാരെ വളരെ ക്രൂരതയോടെ വധിച്ചത് മാത്രമല്ല, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യെസ്, ആ നീതി നടപ്പാക്കണം, ആ ആളുകൾ ആ കുടുംബത്തിന് ആ നീതി വേണം. രണ്ടാമതായിട്ടുള്ള വേണ്ടത്, നമുക്ക് ഇതുപോലുള്ള ഒരു കാര്യം ഇനി വീണ്ടും ഉണ്ടാവരുന്നുള്ള ഡിറ്ററൻസ് അല്ലെങ്കിൽ തടയൽ. പാകിസ്ഥാൻ ആരാണോ ചെയ്തത്, പാകിസ്ഥാൻ സൈന്യത്തിൽ എവിടാണോ ചെയ്തത്, ആരാണോ ചെയ്തത്, അവരുടെ മനസ്സിനകത്ത് ഇത് കയറണം. ഇത് നിങ്ങൾ ഇനി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോവും. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാര്യം വെച്ചിട്ടാണ് ഡെഫിനറ്റായിട്ട് ഒരു ആക്ഷൻ വേണം എന്ന് പറയുന്നത്. അതിനകത്ത് ഡെഫിനറ്റായിട്ട് നമ്മൾ ആരും ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പം ഭാരതം ഒരു പാത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾക്കും പാകിസ്ഥാനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പാകിസ്ഥാൻ ഒരു റോഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലത്തെ അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഒരു രീതിയിലുമുള്ളൊരു ഭാവി ഇല്ലാത്തൊരു സ്റ്റേറ്റാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ എത്ര നാളെന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇനി അല്ല ഇത് കുഴപ്പമില്ല, നമുക്ക് സമാധാനമായിട്ട് പോകാമെന്ന്. മുംബൈ കഴിഞ്ഞിട്ട് നമ്മൾ ഇതല്ലേ ചെയ്തത്. നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അവർ നമുക്ക് ഇതേപോലത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ 1000 കട്ട്സിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ നമ്മൾ വളരുന്നോളം നമുക്ക് ഈ കട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ എവിടെ എത്തും? ഇതിൻ്റെ ഒരു ബാക്കിൽ വേറൊരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ടെററിസ്റ്റ് ആക്ഷൻ ചെയ്തത്? അവർ ഓരോരുത്തരെയും മതം ചോദിച്ചാണ്. എന്തിനാണ് ആ മതം ചെയ്തത്? കാരണം അവർക്ക് ഭാരതത്തിൻ്റെ ഉള്ളിൽ മതങ്ങൾ തമ്മിൽ തല്ലിക്കണമായിരുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ അവർക്ക് ഇതിനൊരു പണിഷ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ, ഇനി ഒരു തടയൽ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ, അതാണ് ഇതിനകത്ത് വരാൻ പോകുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കണ്ണിൽ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. ഒന്ന്, പ്രത്യക്ഷമായിട്ട് ഈ ചെയ്ത കാര്യങ്ങൾ, ഇപ്പോൾ ഹാഷിം മൂസ ആയാലും ശരി, ആരായാലും ശരി, അവരെ വധിച്ച് കഴിയും. പ്രത്യക്ഷമായിട്ട് അത് കാണുകയും ചെയ്യും, നമ്മൾക്കത് അറിയുകയും ചെയ്യും. പ്രത്യക്ഷമായിട്ട് ചെയ്യാൻ പോകുന്നത് മിക്കവാറും ഈ ടെററിസ്റ്റ് ക്യാമ്പ്സിനെ, അതായത് അതിന് ടാർഗറ്റ് ചെയ്യും. അതിനകത്ത് യാതൊരു സംശയമില്ല. പ്രത്യക്ഷമായിട്ടോ അപ്രത്യക്ഷമായിട്ടോ പാകിസ്ഥാൻ സൈന്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ കാര്യവും നമുക്ക് പുറത്ത് കാണാൻ പറ്റത്തില്ല ചിലപ്പോൾ. പക്ഷേ ഡെഫിനറ്റായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന് നോവണം. പാകിസ്ഥാൻ സൈന്യത്തിൽ ഇരിക്കുന്ന ജനറൽമാർക്ക് നൊന്താൽ മാത്രമേ ഇനി വരും ദിവസങ്ങളിൽ അവർ ഇതുപോലെ വീണ്ടും ചെയ്യാതിരിക്കുന്നു. കാരണം ഒരു സംശയം വേണ്ട ശ്രീ ഹാഷ്മി, ഇതിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ജനറൽ അസീം മുനീർ എന്ന് പറഞ്ഞ് ആ യൂണിഫോം ഇട്ട ഭീകരവാദി തന്നെയാണ് ഇതിനകത്ത് തുടക്കം കുറിച്ചത്. അപ്പോൾ ആ ലെവലിലുള്ള ആളുകൾക്ക് നൊന്തില്ലെങ്കിൽ ഇത് വീണ്ടും 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 വരും. അപ്പം നമ്മൾ ഏത് പാതയിലാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ പാതയിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഡെഫിനറ്റ്ലി നീതി വേണം, അതുപോലെ തന്നെ ഡിറ്ററൻസ് വേണം. ഇനി ഒരു കുറച്ച് നിങ്ങൾ ചെയ്ത 10 വർഷം വീണ്ടും ആലോചിക്കണം എന്നുള്ള ആ ഡിറ്ററൻസ് വന്നാൽ മാത്രമേ ഇതിനൊരു എപ്പോഴെങ്കിലും ഒരു കംപ്ലീഷൻ എന്നുള്ള വരത്തുള്ളൂ. അതുകൂടാതെ ഒരിക്കലും പുറത്തു വരാത്ത പല കാര്യങ്ങളും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ബലൂചിസ്ഥാനിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പഷ്തൂണിൻ്റെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, സിന്ധിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അഫ്ഗാൻ താലിബാനുമായിട്ട് നമ്മൾ അവിടെ പാകിസ്ഥാനിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും ചെയ്യണം. അപ്പം ഇനി ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമല്ല. എങ്ങനെയാണോ നമ്മളെ 1000 കട്ട്സ് ആണെങ്കിൽ അതേ രീതിയിലുള്ള പോളിസി നമ്മൾ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ച. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ദയ എന്ന വാക്ക് അർഹിക്കുന്നില്ല. കാര്യം നമ്മൾ അനുഭവിക്കാവുന്നതിന് പരമാവധി അനുഭവിച്ച രാജ്യമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ 26 പേരുടെ നിരപരാധി ചോര, ഇനി ഒരൊറ്റ ചോര ഇവിടെ
പാകിസ്ഥാൻ കാരണം അവരുടെ സേനാ മേധാവിമാരുടെ കുൽസിത ബുദ്ധി ദുഷ്ടബുദ്ധി കാരണം വീണുകൂടാ എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. താങ്കൾ പറഞ്ഞത് ശരിയാണ് ശ്രീ എസ് ടിന്നി. ശ്രീ ബ്രിഗേഡിയർ മോഹനപിള്ള, ഇവിടെ ശ്രീ കേരള ടിന്നി പറഞ്ഞതുപോലെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്നു എന്നതിൽ അവർ ഉദ്ദേശിച്ചത് എന്താണ്? രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ് ആളുകൾ വെട്ടിക്കീറിച്ചാവും എന്നവർ ആഗ്രഹിച്ചു. നടന്നില്ല. നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ നിന്നു. നമ്മളിവിടെ ആ നീക്കത്തെ വളരെ ഭംഗിയായി ഈ രാജ്യത്തിന്റെ ജനത ഒരേ മനസ്സോട് നിന്ന്, ചെറിയ ചില അബറേഷൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, വളരെ എത്രയാണ് 1,00,000 എന്ന് പറയാവുന്ന രീതിയിലുള്ള ചില അബറേഷൻസ് ഉണ്ട് എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മോഹനപിള്ള ഈ രാജ്യത്തിന്റെ ജനത ഒറ്റക്കെട്ടായി ഒന്നാകെ ആ നീക്കം നല്ല ഭംഗിയായി പൊളിച്ച് കൈ കൊടുത്തു. ശ്രീ മോഹനപിള്ള, ഇവിടെ ഒരു രാജ്യത്തിന്റെ പട്ടാള മേധാവിയെ കാണാനില്ലെന്ന് പരിഹാസം ഉയരുകയാണ്. അസീം മുനീർ എവിടെ എന്ന് ചോദ്യം ഉയരുകയാണ്. അസീം മുനീർ റാവൽപിണ്ടിയിലെ ബങ്കറിലാണോ അതോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം UK പോയോ എന്ന സംശയം ഉയരുകയാണ്. അത് സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. അവിടുത്തെ പട്ടാളത്തിന്റെ ടോപ്പ് റാങ്ക് ആൻഡ് ഫയലിലുള്ള ആൾക്കാരുടെ കുടുംബങ്ങളെ മുഴുവൻ UK US അവർ കടത്തിയിരിക്കുന്നു. അവിടെ പാകിസ്ഥാന് ടോപ്പ് റാങ്ക് ആൻഡ് ഫയലിൽ നിന്ന് കൂട്ടരാജികൾ ഉണ്ടാവുന്നു. എന്തൊരു നാണക്കേടാണ്. ഒരു എസ്കലേഷൻ മുഖത്ത് അവരുടെ പട്ടാള മേധാവി എവിടെ, അദ്ദേഹം മുങ്ങിയോ എന്ന ചോദ്യം ലോകരാജ്യങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്തൊരു നാണക്കേടാണ്. ശ്രീ ബ്രിഗേഡിയർ മോഹനപിള്ള. ടെററിസ്ഥാനിൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ ടോപ്പ് ബ്രാസ് എസ്പെഷ്യലി അവർ സുഖലോലുപന്മാരാണ്. വലിയ ബംഗ്ലോ, അവർക്കതൊന്നും ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പറ്റില്ല. അവിടെ ഉള്ളതിലാണ്ട് 90% ടോപ്പ് ബ്രാസിന് എബ്രോഡിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത്. അവിടെ അവരുടെ ഭാര്യമാർക്കൊക്കെ അതായത് ആഭരണങ്ങൾ കൊണ്ടൊരു സ്വർണം കൊണ്ടുള്ള വലിയ കൂമ്പാരങ്ങളാണുള്ളത്. അത് അവരുടെ ഒരു ലിവിങ് സ്റ്റൈലാണ്. ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ളത് ദർ ഈസ് അനദർ തിങ്. അതായത് ഹാഷിം, പ്രൊപഗണ്ട വാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിനകത്ത് വീണു പോകരുത്. കാര്യം എക്സാക്റ്റായിട്ട് ഇതിൻ്റെ ഒതൻറ്റിസിറ്റി കിട്ടിയിട്ടില്ല. ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു ചീഫ് ഈ സമയത്ത് മുങ്ങുന്നു അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു എന്നുള്ളത്. ഇറ്റ് ഈസ് ഐ കാൺ തിങ്ക് അത് മേ ബി അതൊരു പ്രൊപഗണ്ട വാറായിരിക്കാം. ഒരിക്കലും അങ്ങനെ മാറാൻ സാധ്യതയില്ല. നൗ കം ടു ദ പോയിന്റ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാബിയൻ സാറ് ഇതിനു മുമ്പ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് നമ്മൾ ശരിക്കുമുള്ള റിയാലിറ്റി ഇതിപ്പോൾ സംസാരിക്കേണ്ടതല്ല, എന്നിരുന്നാൽ പോലും ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടീഷൻ ടൈമിൽ അതായത് 3 ഇതുണ്ടായിരുന്നു. ജുനഗഡ്, ഹൈദരാബാദ്, ജമ്മു കാശ്മീർ. ഇത് മൂന്നും ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാതിരുന്നപ്പോൾ ജുനഗഡും ഹൈദരാബാദും നമ്മൾ ചേർത്തപ്പോൾ പ്ലിബിസൈറ്റ് അല്ലെങ്കിൽ റഫറൻഡം ആൾക്കാരുടെ ഒപ്പീനിയൻ നോക്കിയാണ് മെജോറിറ്റി എന്ത് പറയുന്നു, ജനാധിപത്യപരമായിട്ട് ഇന്ത്യയോട് ചേരണോ പാകിസ്ഥാനിലോട് ചേരണോ എന്ന് തീരുമാനിച്ചതിന് ശേഷം അങ്ങനെ വരിക. അതനുസരിച്ചിട്ട് ഇന്ത്യൻ യൂണിയനിൽ 2 ചേർന്നു. 3ാമത് കാശ്മീർ വന്നു. കാശ്മീർ വന്നപ്പം അവിടെ ജനഹിതം നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ളത് കൊണ്ട് ആ പണ്ഡിത്തുകളെ അവിടെ നിന്ന് പലായനം ചെയ്യിപ്പിച്ചു. അതിൻ്റെ റിയാലിറ്റിയാണ്. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് കാശ്മീർ പണ്ഡിത്തുകളെ ഓടിച്ചു. അതിൻ്റെ കാരണം എന്താണ്? അവിടെ പ്ലിബിസൈറ്റ് അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ മെജോറിറ്റി പാകിസ്ഥാനിലോട്ട് പോകും എന്നുള്ള ഒരു ധാരണ അനുസരിച്ചിട്ട് ഡെമോഗ്രാഫിക് പാറ്റേൺ ചേഞ്ച് ചെയ്തപ്പോൾ ആ ഗവൺമെൻറ് ആ സമയത്തുള്ള ഗവൺമെൻറ് ഒരു കാരണവശാലും ഈ പ്ലെബിസൈറ്റ് അല്ലെങ്കിൽ റെഫറൻഡം അനുവദിച്ചില്ല. ഇപ്പം നമ്മൾ പറയേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പം ഹാഷ്മി നിൽക്കുന്നത് ശ്രീനഗറിലാണ്. ഹാഷ്മി ഹാസ് ടു മൂവ് ടു പീർ പഞ്ചാൾ. ആ ഏരിയയിൽ പോകണം. നമ്മുടെ ഇന്ത്യ അതായത് പാർട്ടീഷൻ ടൈമിൽ ഉണ്ടായിരുന്ന ബൗണ്ടറി ലൈൻ ഉണ്ട്, സർ റിച്ചാർഡ് റാഡ്ക്ലിഫ്. ദാറ്റ് ഈസ് വൈ ദാറ്റ് ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഈസ് കോൾഡ് ദ റാഡ്ക്ലിഫ് ലൈൻ. അത് വെച്ചിട്ട് അവിടെ മൊത്തം ഒക്കുപ്പൈ ചെയ്തിട്ട് ആ പഴയ രീതിയിൽ തന്നെ തുടങ്ങുക. ഇപ്പം നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം ഈവൻ കാർഗിലും ജനറൽ തരകൻ സാർ ഓൾസോ നോസ് ഇറ്റ്, കാർഗിലൊക്കെ നമുക്ക് കുറച്ചൊക്കെ ചിന്തനം വന്നു. കാര്യം ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു, നെവർ ക്രോസ് LOC. നമ്മളതനുസരിച്ചിട്ട് തന്നെ നിന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ കാർഗിലൊന്നും ഇത്ര സമയം നിൽക്കില്ല, ഇത്ര സമയത്തിൻ്റെ ആവശ്യമില്ല. ഒരു കാർഗിൽ അങ്ങോട്ട് ഒരു ചെറിയ ഒഫൻസീവ് കാണിച്ചുകൊണ്ട് മറ്റുള്ള സൈഡിൽ ഒഫൻസീവ് കാണിക്കണമെന്ന് റിട്ടയേർഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പേർട്സ് പറഞ്ഞിട്ട് പോലും നമ്മൾ പൊളിറ്റിക്കൽ, അതാണ് ഇന്ത്യയും ടെററിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെല്ലായ്പ്പോഴും പൊളിറ്റിക്കൽ ഡയറക്ഷനെ മാനിച്ചുകൊണ്ട് ഡിഫൻസ് ഫോഴ്സസ് മുന്നോട്ട് പോകുന്നു. LOC ക്രോസ് ചെയ്തില്ല, കാഷ്വാലിറ്റി ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടായത്. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം. അതായത് ഇപ്പോൾ നമ്മൾ LOC അംഗീകരിക്കാതെ ഇതുവരെ LOC ക്രോസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഐ വിഷ് നെക്സ്റ്റ് ഇതിൽ ലൈവ് തരുന്നത് ഹാഷ്മി നമ്മുടെ യഥാർത്ഥത്തിലുള്ള റാഡ്ക്ലിഫ് ലൈനിൽ നിന്നുകൊണ്ടായിരിക്കണം. അവിടെ നിന്നുകൊണ്ട് മാത്രം എങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടെററിസ്റ്റുകൾക്ക് ഒരു കാരണവശാലും ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. 90% അവരുടെ നട്ടല്ലൊടിയും. പിന്നെ എന്തുകൊണ്ട് ഇവർ കിടന്ന് ചാടുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, തരകൻ സാറും പറഞ്ഞു. കാര്യം നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വി കനോട്ട് തിങ്ക് ഓഫ് ലൂസിങ് 1 ഇന്ത്യൻ ജവാൻ. വി കനോട്ട് തിങ്ക്. നോ സീനിയർ ഓഫീസർ വിൽ തിങ്ക് ഓഫ് ദാറ്റ്.
എല്ലാവരും പബ്ലിക് ഒപ്പീനിയൻ Yeah, അനുസരിച്ചിട്ട് പോകാൻ yeah. പറ്റും. ബട്ട് നെവർ എവർ വി കാൻ തിങ്ക് അബൌട്ട് ദാറ്റ്. നമുക്ക് പറ്റില്ല. പക്ഷേ ഉള്ള കാര്യം ടെററിസ്ഥാൻ അതല്ല. അവർ മുന്നോട്ട് വിടുന്നത് കൂടുതലും ആരെയാ? പരിപാലിപ്പിച്ചു വിട്ടിട്ടുള്ള ടെററിസ്റ്റിനെയാണ്. അപ്പൊ അവർക്ക് ഒരു സെക്കൻഡറി ഒരു ഓക്സിലറി ഫോഴ്സ് ഉണ്ട് അവിടെ. അവർ ആ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ടെററിസ്റ്റുകളുണ്ട്. അതൊരു അഡീഷണൽ അസറ്റാണ്. ഇതൊക്കെ വെച്ചിട്ട് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് എടുത്തു ചാടി എല്ലാം പറയാൻ പറ്റും. ബട്ട് വി ഹാവ് ടു തിങ്ക് ബ്രോഡ് ആൻഡ് പ്രാക്ടിക്കൽ. സോ വാട്ട് ഐ പേഴ്സണലി ബിലീവ്, ഇപ്പം ബാലാക്കോട്ടോ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കോ ശരിയാണ്. അവർക്ക് ഈ പറയുന്ന കൊടുത്തു പോറ്റുന്ന അല്ലെങ്കിൽ കള്ളവഴികളിൽ കൂടി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കള്ളക്കൂറിൽ കൂടി കൊണ്ടുവരുന്ന കുറെ കൂലിപ്പട്ടാളം അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിർത്തി തയ്ക്കാൻ ഊരും പേരും ഇല്ലാത്ത മുഖമില്ലാത്ത കുറെ കൂലിപ്പട്ടാളം അവർക്കുണ്ട്. അവർക്ക് ആ കൂലിപ്പട്ടാളത്തിൽ ഇറക്കി കളിക്കാം, നമുക്കതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. നമ്മൾ കളിക്കുന്ന ഒരു ഫെയർ ഗെയിമാണല്ലോ സാർ. ഞാൻ അങ്ങനെയൊക്കെ താമസിച്ചു. ജേക്കബ് തരകൻ, ഇവിടെ ചൈനയെ കൂടി നമ്മൾ സാഹൂതം നോക്കണം. PL-15 മിസൈൽ അല്ലെങ്കിൽ ദീർഘദൂര മിസൈൽ പാകിസ്ഥാന് കൊടുത്തു എന്നുള്ളത് ഒരുപക്ഷെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അതിന് കാരണം എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചൈന കയറ്റുമതി ചെയ്ത ആയുധങ്ങൾ 82% പാകിസ്ഥാന് വേണ്ടിയാണ്. അവരുടെ മിലിറ്ററി അലിയാണ് പാകിസ്ഥാൻ. അത് മാത്രമല്ല, ഈ ഇന്ത്യക്കെതിരെ ചൈനയ്ക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, പല ട്രൈ ജംഗ്ഷനുകളിൽ അവർക്ക് ചില അതിർത്തി താല്പര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചൈനയെ രാജ്യം ഏത് രീതിയിൽ സൂക്ഷ്മതയോടെ വീക്ഷിക്കണം? ജേക്കബ് തരകൻ സാർ. ഹാഷ്മി, ചൈന നമ്മൾക്കെന്നും ശത്രുവായിരുന്നു. അന്നുമായിരുന്നു, ഇന്നുമാണ്. ഇനി വരുന്ന കാലങ്ങളിൽ, ഞാൻ കാണുന്ന കാലങ്ങളിലൊക്കെ നമുക്ക് ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ അഡ്വേഴ്സറി അല്ലെങ്കിൽ ശത്രു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ആണ് ചൈന തന്നെയാണ് ഇപ്പം ന്യൂസിൽ വന്നേക്കുന്നത്, നമ്മളോട് പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യണം, ഇത് ഡൗൺ സൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ ഈ ടെൻഷൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ചൈനയാണ് ആദ്യമേ. എനിക്ക് ഒന്ന് രണ്ട് കാര്യം ഞാൻ ഇത് കൂടെ ആഡ് കൂട്ടട്ടെ. മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് വ്യർത്ഥമാണ്. അവർ വർത്തമാനം പറയുമെന്നല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാം, അവരുടെയൊക്കെ വാക്കുകൾ ഞാൻ പണ്ട് അഷ്ടകോണാകൃതിയിലുള്ള കുറച്ച് പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ മാത്രമാണ്. അത് ഒരു ഫൈറ്റാകും, ഒരു യുദ്ധമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഘടനമാകുമ്പോൾ അതൊക്കെ വെറും വാക്കുകളാണ്. എന്നെങ്കിലും നമ്മൾക്ക് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് റഷ്യ മാത്രമായിരുന്നു, പണ്ടും ഇപ്പോഴും. ഇപ്പം അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു, ഈ ലഷ്കർ-e-തയ്യബയുടെ ഒരു കമാൻഡർ ബംഗ്ലാദേശിൽ പോകുകയും അവരുമായി കൂടിക്കാഴ്ച നടത്തി ഏറ്റവും യൂണിസുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു എന്ന് ഞാൻ വായിച്ചു. ഇത് കൊച്ചൊരു കാര്യമല്ല. അതായത് ഒരു പുതിയ ഫ്രണ്ടാണ്. അതായത് ബംഗ്ലാദേശ് പണ്ട് നമുക്ക് നമുക്ക് കൂട്ടായിരുന്ന ബംഗ്ലാദേശ് നമുക്കെതിരെ തിരിഞ്ഞു, അതും പ്രത്യക്ഷമായി തിരിഞ്ഞു എന്ന് കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് പബ്ലിക്കായിട്ട് ആ മീറ്റിംഗ് നടത്തിയത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ നെയ്ബേഴ്സ്, നമ്മളുടെ അടുത്തുള്ള ആൾക്കാർ, അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, ഇവരെല്ലാം, നേപ്പാൾ ടു എക്സ്റ്റെൻറ്റ്, നമ്മൾക്ക് ആർക്കും അവരെ നിന്നൊന്നും ഒരു സപ്പോർട്ടും പ്രതീക്ഷിക്കാൻ ഒക്കത്തില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ചൈനയ്ക്ക് എന്തും ചെയ്യാം. അവർ പെർമനൻറ്റ് മെമ്പറാണ്. അവർക്ക് നമുക്ക് വേണ്ടി വരുന്ന ഏത് വാദവും UN-ൽ അവർക്ക് വീറ്റോ ചെയ്യാം. പിന്നെ UN ഒരു പല്ലില്ലാത്ത കടിക്കാത്ത പട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ എന്ത് ചെയ്തിട്ടും UN ചുമ്മാതെ പറയുന്നതല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, മറ്റുള്ള ആൾക്കാർ എന്ത് പറയുന്നു, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ചുമ്മാതെ പൊള്ള വാക്കുകളാണ്. പക്ഷേ പാകിസ്ഥാന് ചൈന പ്രത്യക്ഷമായും പരോക്ഷമായും ഓപ്പൺലി എല്ലാവരുടെയും മുമ്പിലാണ് അവർ സഹായിക്കുന്നത്. അവർ ഒരുപക്ഷെ അവരെ പട്ടാളക്കാരെ അയക്കത്തില്ലായിരിക്കാം. അതൊരു പക്ഷേ ചൈനയ്ക്ക് പാകിസ്ഥാനുള്ള സ്നേഹം ഉണ്ടാവില്ലല്ലോ. ചൈനയ്ക്ക് ഇന്ത്യയോട് കലിപ്പുണ്ട്. നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ ഇന്ത്യയോട് കലിപ്പുണ്ട്, ഇന്ത്യയോട് കൊതിക്കറുണ്ട്, ഇന്ത്യയോട് ചൊരുക്കുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോ ആ യുദ്ധത്തിൽ അവർ പിടിച്ചടക്കിയ സ്ഥലം ഇതുവരെയും അവർ തന്നിട്ടില്ല. അവരവിടെ നിൽക്കുകയാണ്. അവർ ഒരുപക്ഷെ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് ഭീഷണിയായി നിൽക്കുന്ന, അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഈ ചൈനയാണ്, അല്ലേ? അതെ. ചൈനയ്ക്ക് നമ്മളോട് കൊതിക്കറിവോ എരിവോ ഒന്നുമല്ല. അവർക്ക് വേണ്ടത് അവരുടെ രാജ്യം വളരണം, അതിന് നമ്മൾ എതിര് നിൽക്കുന്നു. ആ ഏരിയ അവർക്ക് വേണം. അത് പാകിസ്ഥാൻ സീഡ് ചെയ്തു, അവരത് വിടത്തരത്തില്ല. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാനിൽ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ
അത്രയും കൂടി അധികാരവും ആധിപത്യവും അവർക്ക് പാകിസ്ഥാന്റെ മേലിൽ ചെലുത്താനാകും. അത് അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം നമ്മൾ കണക്കൂട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ ഒരു ആർമി അവരവിടെ ഈസ്റ്റേൺ ഫ്രണ്ടിൽ ഡിപ്ലോയ് ചെയ്താൽ, അവരെന്തെങ്കിലും മൂവ്മെൻറ്റ് നടത്തിയാൽ, നമ്മളുടെ വെസ്റ്റേൺ ഫ്രണ്ടിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ ഒക്കുന്ന ആർമിയുടെ സൈസ് പെട്ടെന്ന് കുറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചൈനയും പാകിസ്ഥാനും നാം ഒന്നായിട്ട് തന്നെ കാണണം, അത് എക്സ്റ്റൻഷനായിട്ട് കാണണം. ചൈന അവർക്ക് അമ്യുനേഷൻ കൊടുക്കുന്നു, മിസൈൽ കൊടുക്കുന്നു എന്നുള്ളത് കുഞ്ഞായി കാണല്ല. പ്രതിരോധ വകുപ്പ് അത് തീർച്ചയായിട്ടും കണ്ടു കാണും. അതെല്ലാം കണക്കിലെടുത്തത് കൊണ്ടായിരിക്കാം ഇപ്പോൾ മീറ്റിംഗ് നടത്തിയതും പ്രധാനമന്ത്രി സൈന്യത്തിന് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം കൊടുത്തതും. അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഇന്നല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് രാജ്യത്തിന് ആശ്വാസമേകുന്ന വിധം സംതിങ് സ്പെക്ടാക്കുലർ എന്തെങ്കിലും നടക്കും. ഉറപ്പായും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം പ്രധാനമാണ്. നമ്മുടെ മണ്ണിൽ കയറി നമ്മുടെ 26 പേരെ കൊന്നിട്ടങ്ങ് അവരൊക്കെ പോയി ഏതോ പുറത്ത് പോയി സുഖമായിരുന്ന് ജീവിച്ചേക്കാം എന്നൊക്കെ കരുതിയാൽ നമുക്കുണ്ടല്ലോ സാർ ആത്മാഭിമാനം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ചൈന ഇപ്പൊ പാകിസ്ഥാൻ ഒരു പ്രഹസനാവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്താണത്? നിഷ്പക്ഷ അന്വേഷണം വേണം. ചൈന ഉടനെ ആവർത്തിക്കുകയാണ്, നിഷ്പക്ഷ അന്വേഷണം വേണം. ആരാ പറയുന്നത്? ചൈനയാ പറയുന്നത്. ജനാധിപത്യം പേരിന് പോലും ഇല്ലാത്ത, ഈ പറയുന്ന എന്താണ് അങ്ങേരത്ത് സെൻസറിങ്ങില്ലാത്ത ഒറ്റ വാർത്തയും കൊടുക്കാൻ പറ്റാത്ത, അകത്ത് ഇരുമ്പുറയ്ക്കുള്ളിൽ നടക്കുന്ന ഒന്നും പുറത്തേക്ക് അറിയാത്ത, ഈ പറയുന്ന സർക്കാരിന് അനുവാദമില്ലാതെ ഒന്നും നടക്കാത്ത, അനുവാദം എന്തെങ്കിലും നടന്നാൽ അവനെ കൊല വിളിക്കുന്ന ജനാധിപത്യം ഇല്ലാത്തൊരു രാജ്യം പറയാണ് നിഷ്പക്ഷ അന്വേഷണം. അതിൽ പകരം ഒരു തമാശ വേറെ ഇല്ല. പോട്ടെ, മറ്റൊരു കാര്യം. മോഹൻ വർഗീസ്, ഇവിടെ പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ ഈ ദിവസങ്ങളിൽ നടത്തുന്ന ഒരു എക്സർസൈസ് ലോകരാഷ്ട്രങ്ങളെ നമ്മുടെ പക്കലുള്ള തെളിവുകൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കേവലം ബോധ്യപ്പെടുത്തൽ മാത്രമല്ല, വരാൻ പോകുന്ന ഒരു സൈനിക നടപടിക്ക് എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് സാധൂകരണം കൂടിയാണല്ലോ. ചൈനയുടെ നിലപാട് എന്താകും എന്നതുപോലെ തന്നെ അമേരിക്കയുടെ നിലപാട് പ്രധാനമാണ്. അമേരിക്ക നമ്മുടെ ഫ്രണ്ടാണ് എന്ന് എപ്പോൾ പറയുകയും ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രതികരണത്തിലും അദ്ദേഹം പറയുന്നത് അത് അവർ പരിഹരിച്ചോളും, ഇന്ത്യയും എൻ്റെ ഫ്രണ്ടാണ്, പാകിസ്ഥാനും എൻ്റെ ഫ്രണ്ടാണ്. ഇന്ന് ഞാൻ ഒരിടത്ത് വായിച്ചത് $329 മില്യൺ സഹായം പാകിസ്ഥാന് ട്രംപ് വന്നതിന് ശേഷം കൊടുത്തു. എന്തിനാ? അവരുടെ F-16 വിമാനത്തിന്റെ മെയിൻ്റനൻസിന്. നമ്മൾ ആരെ വിശ്വസിക്കും ഒരു യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ? ശ്രീ മോഹൻ വർഗീസ്. ശ്രീ ഹാഷ്മി, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തനിക്ക് താനും പുരയ്ക്ക് തൂണും. അപ്പം യഥാർത്ഥത്തിൽ നമ്മളൊറ്റയ്ക്കാണ്. എന്തെല്ലാം പിന്തുണകൾ മറ്റു ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചാലും അത് തിരിച്ച് ഇന്ത്യക്ക് എതിരാവുന്നില്ല മറ്റു രാജ്യങ്ങൾ എന്ന് പരമാവധി ഉറപ്പ് വരുത്തുക മാത്രമേ ചെയ്യാനാവൂ. മുൻകാലങ്ങളിൽ ആകെ നമ്മളെ സഹായിച്ചിട്ടുള്ള ഏക രാജ്യം സോവിയറ്റ് യൂണിയനാണ്. 1971 യുദ്ധത്തിൽ സോവിയറ്റ് സഹായം ഇറ്റ് കെയിം ഇൻ വെരി ഹാൻഡി. അല്ലാത്തപ്പോൾ എപ്പോഴും ഇതൊരു മറ്റുള്ള രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിയുന്നതിൽ നിന്നും മാറ്റി നിർത്തുക. പ്രത്യേകിച്ച് വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഇപ്പോൾ പല്ല് കൊഴിഞ്ഞ സിംഹമാണ് ഐക്യരാഷ്ട്ര സംഘടന, അത് അംഗീകരിക്കുന്നു. എങ്കിൽ പോലും ലോക പൊതുജനാഭിപ്രായം, ലോകരാജ്യങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്ന സമിതി എന്ന നിലയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട്. സെക്യൂരിറ്റി കൗൺസിൽ വിഷയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ചൈനയുടെ വീറ്റോ ഉണ്ടാകുമെന്നത് നിസ്സംശയം പറയാനാവും. അതൊരു അക്കാഡമിക് കാര്യം മാത്രമാണ്. ഇവിടെ അമേരിക്ക എത്രയോ പ്രാവശ്യമാണ് ഇസ്രായേലിനെതിരെയുള്ള പ്രമേയങ്ങൾ വീറ്റോ ചെയ്ത് ഇസ്രായേലിനെ രക്ഷിച്ചെടുത്തത്, എത്രയോ പ്രാവശ്യമാണ്. ഇവിടെ നമ്മൾ യു കാൻ ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻറ്റഡ്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചങ്ങാത്തത്തിലാണ് എന്നതൊക്കെ പുറമേ പറയുന്ന കാര്യങ്ങളാണ്. വ്യാപാര ബന്ധം ഒരുപക്ഷെ മെച്ചപ്പെട്ടേക്കാം. ഇപ്പോഴുള്ള ആ ഒരു തീരുവ യുദ്ധമെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം. സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി തന്നെ ഒരു കോംപ്രിഹെൻസീവ് ട്രേഡ് ഡീൽ അല്ലെങ്കിൽ വ്യാപാര ട്രംപിന് അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും ഇല്ലെന്നേ. ട്രംപിന് അദ്ദേഹത്തിന്റെ കച്ചവടം മാത്രമാണ് താല്പര്യം. അവിടെ അമേരിക്കയ്ക്ക് ട്രംപിന് എന്ത് നേട്ടമുണ്ടോ അവിടെ പോയി പിടിക്കും, അത്രേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നോക്കൂ ശ്രീ മോഹൻ വർഗീസ്, നമ്മുടെ രാജ്യം ഒരു ഷോക്കിൽ നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഷോക്കിലാവാനുള്ള എല്ലാവിധ ധാർമ്മിക അവകാശം നമ്മൾക്കുണ്ട്. കാരണം എന്താണ്? ഒരു പ്രശ്നത്തിന് പോവാത്ത, ചിരിക്കാൻ ഉല്ലസിക്കാൻ മാത്രം വന്ന് 26 പേരെ വെടിവെച്ചു കൊന്ന ഒരു ഭീകര സംഭവത്തിന് മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ട്രംപിനോട് ചോദിക്കും 1500 വർഷം പഴക്കമുള്ള പ്രശ്നമാണ് അത് ഇന്ത്യ പാകിസ്ഥാൻ അവരങ്ങ് തീർത്തോളും, രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാ എന്നൊക്കെ അഴകുഴമ്പ വർത്താനം പറയുന്ന ഒരു ലോക നേതാവിന് എന്താ പറയണ്ടേ ശ്രീ മോഹൻ വർഗീസ്? തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ഹാഷ്മി, അഴകുഴമ്പൻ എന്നുള്ള വാക്ക് തന്നെയാണ് അർത്ഥം. ഈ 1500 വർഷത്തെ ചരിത്രം എന്തുദ്ദേശിച്ചാണ് അദ്ദേഹം പറയുന്നത്? വെറും കാഷ്വലായി ലൈറ്റ് വെയിനിലങ്ങ് പറയുകയാണ്, അവർ തമ്മിൽ തട്ടിമുട്ടിയൊക്കെ നിൽക്കും, അവർ തമ്മിലുള്ള പ്രശ്നം അവരൊക്കെ തീർത്തോളും എന്ന രീതിയിൽ അങ്ങനെ അഭിപ്രായം പറയേണ്ട ഒരു രാജ്യമാണോ അമേരിക്ക? അങ്ങനെയുള്ള നേതാവാണോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വിഖ്യാതനായ അമേരിക്കൻ പ്രസിഡന്റ്? അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായും പ്രത്യേകമായ താല്പര്യമൊന്നുമില്ല. കച്ചവടം നടക്കണം, അവിടെയാണ് ക്രക്സ് എന്ന് പറയുന്നത്. കച്ചവടം നടക്കണമെങ്കിൽ ചൈനയെ ഐസൊലേറ്റ് ചെയ്യണം, ചൈനയെ കണ്ടെയ്ൻ ചെയ്യണം, അതേപോലെ തന്നെ കച്ചവടം നടക്കുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല സൈനിക കച്ചവടം മാത്രമേ പാകിസ്ഥാനുമായി നടക്കൂ എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അണുവിശിഷ്ട നിലയിൽ പാകിസ്ഥാനേക്കാൾ മെച്ചമായിരിക്കും അമേരിക്കയുടെ അവസ്ഥയും. അവർക്ക് കാര്യമായി കയറ്റുമതി ചെയ്യാനൊന്നും തന്നെയില്ല. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല, വ്യാപാര കമ്മിയുണ്ട്. അമേരിക്കയ്ക്ക് $47 ബില്യൺ വ്യാപാര കമ്മിയാണ് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ. അത് ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ പരമാവധി ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി വരും എന്ന പ്രതീക്ഷ ട്രംപിനുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താനോ, ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ ഏറ്റവും വലിയ മധ്യവർഗ്ഗമാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള മധ്യവർഗ്ഗമാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ ജനസംഖ്യയുടെ അത്രയും തന്നെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ മധ്യവർഗ്ഗം ഉണ്ടെന്ന് ഓർക്കണം. അവരാണ് കൺസ്യൂമേഴ്സ്. അപ്പോൾ പക്ക കച്ചവടക്കാരനായ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആവില്ല. അമേരിക്കയുടെ ട്രംപിന്റെ ലക്ഷ്യം കച്ചവടം മാത്രമാണ്. നമുക്ക് പല അർത്ഥത്തിൽ പല കാലത്ത് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ, സമയമുണ്ടെങ്കിൽ. ശരി, ശ്രീ ബ്രിഗേഡിയർ ശ്രീ മോഹൻപിള്ള, താങ്കളൊന്ന് കൈ ഉയർത്തിയത്. ശ്രീ മോഹൻപിള്ള, ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ നിരപരാധികളുടെ ചോര കളയാൻ കഴിയില്ല. ഇനി നമുക്ക് 1000 കട്ട് ഡോക്ടറിൻ എടുത്ത് തോട്ടിക്കളയാൻ അവരോട് പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ രാഷ്ട്ര ശരീരത്തിൽ ഇനി ഒരു തീവ്രവാദിയെ വെട്ടേക്കാൻ നമുക്ക് പറ്റില്ല. അതിനുതകുന്ന രീതിയിൽ അവർ മറക്കാത്ത മറുപടി പ്രതീക്ഷിക്കാമോ രാജ്യം? മോഹൻപിള്ള. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ബട്ട് അത് ദാറ്റ് വി ഹാവ് ടു ലീവ് ഇറ്റ് അസൈഡ് ബിക്കോസ് ടുഡേ ഇന്ന് കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞല്ലോ, ഡിഫൻസ് ഫോഴ്സസ് ഗോട്ട് എ ഫ്രീ സേ. അത് ഫൈനൽ സ്റ്റേജാണ്. തരാൻ സാർ ഓൾറെഡി സെഡ് ഇറ്റ്. എനിക്ക് തരാൻ സാറിനോട് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. കാര്യം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ടെററിസ്ഥാൻ ഇപ്പോൾ ഞെളിവിരി കൊള്ളുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഫ്രണ്ട് അത് ഇന്ന് വരെ ഞാൻ എല്ലായ്പ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ബംഗ്ലാദേശിനെ ഒരു സൈഡിൽ ചൊറിയുക. അപ്പോൾ അവർ ആ സൈഡിലോട്ട് ഒന്നും നോക്കണ്ട. കാര്യം ഇഫ് യു റിമെമ്പർ സാം മനേക് ഷാ ഫീൽഡ് മാർഷൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെസ്റ്റിൽ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇന്ദിരാഗാന്ധിയോട് ബ്രീഫ് ചെയ്തതാ, ഈസ്റ്റ് സെക്യൂർ ചെയ്യണം എങ്കിലേ വെസ്റ്റിൽ അറ്റാക്ക് നടക്കൂ. അപ്പം ഇവർ ആ ഒരു ആംഗിളിൽ കാണുന്നു. ഒന്ന്. രണ്ടാമത് മോഹൻ ബറീ സാർ പറഞ്ഞ ഒരു പോയിന്റിലോട്ട് വരാം. കാര്യം ദ എൻറ്റയർ പ്രോബ്ലം ബിക്കോസ് ഓഫ് US. കാര്യം ചൈന എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് ഹോസ്റ്റൈൽ ആയത്? ബിക്കോസ് ഓഫ് US. അവരുടെ ഈ അഡീഷണൽ ഇത് കൊടുത്തിരിക്കുന്നത് US അല്ലേ? അപ്പോൾ ആ ചൈന അതല്ലേ US-ഉമായിട്ട് ഹോസ്റ്റൈൽ ആയത്? ആ ഒരു എനിമീസ് ഓൾവേസ് ഫ്രണ്ട് മൈ ഡിയർ. അത് അങ്ങനെയാണ് പോളിസി. അതുകൊണ്ടാണ് ചൈനയ്ക്ക് വരുന്നത്. പിന്നെ രണ്ടാമത് നമ്മുടെ ഫോറിൻ പോളിസിയിൽ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. നെയ്ബേഴ്സ് ഫസ്റ്റ് എന്നുള്ള പോളിസി ഡീവിയേറ്റ് ചെയ്തപ്പോൾ മുതൽ ഇത് അനുഭവിക്കുന്നു. നമ്മുടെ സ്വന്തമെന്ന് വിചാരിച്ച ഭൂട്ടാൻ ആയാലും നേപ്പാൾ ആണെങ്കിലും ബർമയാണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും എല്ലാം നമ്മൾ നല്ല ക്ലോസ് റിലേഷൻ ആണോ എന്നൊന്ന് ആലോചിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ്. അതായത് ക്ലോസ് ആയിട്ടുള്ള എനിമി ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ദൂരെയുള്ള US. നോ ഡൗട്ട് ഇൻ ഇറ്റ്. US-ന് ഒരിക്കലും ഒരു കാരണവശാലും ഉറപ്പായും അത് മറ്റൊരു ചർച്ചയാണ്. നമ്മൾ അമേരിക്കയോട് സ്നേഹം കാണിക്കാൻ പോകുമ്പോൾ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ആ സ്നേഹമുണ്ടോ, അതോ താൽക്കാലിക സ്നേഹമാണോ, അത് കച്ചവട സ്നേഹമാണോ, അത് അവർ തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്ന സ്നേഹമാണോ, അയാളും എൻ്റെ സുഹൃത്താണ് അവരും എൻ്റെ സുഹൃത്താണ് എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണോ എന്നൊക്കെയുള്ള കുറച്ചുകൂടി വിശാലമായ ചർച്ച. എൻ്റെ സമയം എന്നിട്ട് കഴിയുകയാണ്. എന്തായാലും ഒരു കാര്യം, ഇവിടെ അതിർത്തി ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ബാരാമുള്ളയ്ക്ക് കുറച്ചുകൂടി അപ്പുറം, ഉറയ്ക്ക് കുറച്ചുകൂടി അപ്പുറം, അതിർത്തി കുറച്ചുകൂടി അപ്പുറം അവിടെ പാകിസ്ഥാൻ എന്തൊക്കെയോ അണിനിരത്തുന്നുണ്ട്. ഏതാണ്ടൊക്കെ ആകാശത്തേക്ക് പറത്തി വ്യോമാഭ്യാസം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ കപ്പലൊക്കെ തീരത്തെ കൊണ്ടുവരുന്നുണ്ട്. അത് വീഡിയോ ഒക്കെ എടുത്തിട്ട് വലിയ പ്രൊപ്പഗണ്ട പോലെ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ആത്മവിശ്വാസങ്ങൾ ഒന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ സൈനിക ശേഷി നോക്കിയ പാകിസ്ഥാനെ അതൊക്കെ വെറും കളിപ്പാട്ടങ്ങളാണ്. നമ്മൾ നിൽക്കുന്നത് ശ്രീനഗറിലാണ്, പ്രേക്ഷകർക്കറിയാം. ഈ ശ്രീനഗറിന്റെ ക്ലോക്ക് ടവർ, ഈ ശ്രീനഗറിന്റെ അന്തരീക്ഷം ചില കാര്യങ്ങൾ വരും ദിവസങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ യുദ്ധം ആഗ്രഹിക്കുകയോ വാർമോങ്ങുകയോ പറയുകയല്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, സമാധാനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ആ സമാധാനം ഏകപക്ഷീയമായി കൂടാ. ഏകപക്ഷീയമാകുന്ന സമാധാനം നീതിയല്ല, അത് അനീതിയാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.